ദ ലക്കി വൺ ഒരു റൊമാൻസ് ഡ്രാമയാണ്. റൊമാൻസ് വാർ ഡ്രാമ എന്നൊക്കെ പറയുമെങ്കിലും ഇത് റൊമാൻസ് ഡ്രാമ എന്നുള്ളൊരു ജോണറിലാണ് കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വാർ സോണിൽ വെച്ചിട്ട് ദ ലക്കി വൺ ഒരു റൊമാൻസ് ഡ്രാമയാണ്. റൊമാൻസ് വാർ ഡ്രാമ എന്നൊക്കെ പറയാമെങ്കിലും ഇതൊരു റൊമാൻസ് ഡ്രാമ എന്നുള്ളൊരു ജോണറിലായിരിക്കും കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വാർ സോണിൽ, ഇറാഖിലെ ഒരു വാർ സോണിൽ വെച്ചിട്ട് ലോഗൻ എന്ന് പറയുന്ന മറയിന് ഒരു പിക്ചർ, ഒരു പെൺകുട്ടിയുടെ ഒരു പിക്ചർ കിട്ടുന്നു. അതാരുടെയാണ് എന്ന് അന്വേഷിച്ച് പോകുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളുമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. റൊമാൻസ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രണയമായിരിക്കണം. അതായത് ആ ഒരു പിക്ചർ കിട്ടുന്നതും ആ ഒരു പിക്ചറിലെ പെൺകുട്ടിയോട് ആദ്യത്തെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഈ ഒരു വാറൊക്കെ കഴിഞ്ഞിട്ട് സർവൈവലായിട്ട് ചെല്ലുന്ന ഈ ഒരു ലോഗൻ തൻ്റെ പട്ടിയായിട്ടുള്ള സ്യൂസുമായിട്ട് ഈ ഒരു പിക്ചർ എവിടെയാണ് എന്ന് തപ്പിപ്പോകുന്നു. അത് ലൂസിയാനയിലാണെന്ന അതിനകത്തൊരു ലൈറ്റ് ഹൗസ് വെച്ച് കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. അപ്പം അവിടെ എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കണക്ഷൻ ഉണ്ടാക്കണമല്ലോ ലോഗനും. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ ഡോഗ് കെയർ ടേക്കേഴ്സാണ്, അതായത് ഡോഗിനെയൊക്കെ കെയർ ചെയ്യുന്ന ആൾക്കാർ. അവിടെ ചെല്ലുന്നു. ബെത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെടുത്ത് അവിടെ ജോലി ചെയ്യാൻ വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ബെത്ത് പറയുന്നു വേണ്ട എന്നുള്ളത് കാര്യം പറഞ്ഞു വിടുന്നു. അപ്പം ബെത്തിൻ്റെ മദറായിട്ടുള്ള എലി ഈ ഒരു ലോഗനെ അവിടെ ജോലിക്ക് എടുക്കുന്നു. ഒക്കെ ഒരു സഹായത്തിന് വേണ്ടി ജോലിക്ക് എടുക്കുന്നു. അങ്ങനെ ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ലോഗൻ അവിടെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എല്ലാവരോടും കണക്റ്റ് ആവുന്നു. അപ്പം ഈ ഒരു ബെത്തിൻ്റെ മകനായിട്ടുള്ള ബെന്നുമായിട്ടും കണക്ഷൻ ആവുന്നു. ബെൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഷെരീഫിൻ്റെ മകനാണ്. അതായത് ഈ ഒരു കോളേജ് ലവ് സ്റ്റോറിയിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ്. ബെത്തും ഈ ഒരു കാറ്റലിൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഷെരീഫുമായിട്ടുണ്ടാവുന്ന ഒരു പ്രണയത്തിലുണ്ടാവുന്ന ഒരു കുട്ടിയാണ് ബെൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നു. അങ്ങനെ ലോഗൻ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഈ ഒരു ബെത്തുമായിട്ട് ചെറിയ കണക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ഷെരീഫിന് ലോഗനെ പറ്റി ഡൗട്ടുണ്ട്, ലോഗൻ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവർ തമ്മിലൊരു റൊമാൻസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഷെരീഫ് പറയാണ്, ഒന്നുകിൽ മോനെ എനിക്ക് തരണം, ഇല്ലെങ്കിൽ നിനക്ക് അവൻ്റെ കൂടെ പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലൊക്കെ വരുന്നു. അങ്ങനെ അവസാനം ഈ ഒരു ബെന്നിനെ കൊണ്ട് ഷെരീഫിനെ എടുത്തിട്ടിട്ട് ഈ ലോഗനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പിക്ചർ ഈ ഒരു ഷെരീഫിന് കിട്ടുന്നു. അപ്പം ഈ ഒരു പിക്ചർ വെച്ചിട്ട് ബെത്തിന് കൊണ്ട് കൊടുത്തിട്ട് അത് ഭയങ്കര സീനാക്കുന്നു. അതായത് ഈ ഒരു ഫോട്ടോ അന്വേഷിച്ച് വന്നതാണ് എന്ന് അറിയുന്നു. ഈ ഒരു ഫോട്ടോ ഈ ഒരു ബെത്തിൻ്റെ ബ്രദറായിട്ടുള്ള ഈസിൻ്റെ ആണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അതൊക്കെ ഭയങ്കര കുറച്ച് ഡ്രമാറ്റിക്കായിട്ടും കുറച്ചൊരു ഇമോഷണൽ സീനിലേക്കൊക്കെ പോകുന്നതും അവസാനം കുറച്ച് ഭയങ്കര ഇമോഷണലായിട്ട് പോയിട്ട് ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിപ്പിക്കാനായിട്ടാണ് ഈ ഒരു സിനിമ അവർ ശ്രമിക്കുന്നത്. അതായത് ബെത്തും ലോഗനും ലാസ്റ്റിൽ ക്ലൈമാക്സിൽ ഒന്നിക്കുന്ന ഒരു സീനിലൊക്കെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഒരു പക്കാ റൊമാൻറ്റിക് ഡ്രാമ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. നല്ല പ്രസൻറ്റേഷനാണ്. പിന്നെ ഇവർ നമ്മളെ കെമിസ്ട്രി ഗംഭീരമാണ്. ഒന്ന് രണ്ട് നല്ല സീനുകളുണ്ട്, നല്ല റൊമാൻറ്റിക് സീനുകളുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും നല്ലതാണ്. 2012 ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇപ്പോഴും നമുക്കൊരു നല്ല വാച്ചബിൾ സിനിമ എന്നുള്ളൊരു ജോണറിൽ വെക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്തിരുന്നത്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടൊരു സിനിമയാണ്. പക്ഷേ സ്റ്റിൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പിക്ചർ ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു സിനിമയെ പറ്റി നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ കാണാൻ പറ്റുന്ന, നമുക്ക് ബോറടിപ്പിക്കാതെ കാണാൻ പറ്റുന്ന സിനിമകൾ, അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി കാണണം എന്നുള്ള രീതിയിൽ കാണേണ്ടവർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ ലക്കി വൺ.